എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ക്യാൻവാസിൽ എങ്ങനെയാണ് നെക്ക് പാറ്റേൺ കട്ട് ചെയ്തെടുക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നോക്കുക, ഞാൻ എന്താണ് ചെയ്യുന്നത്, വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ക്യാൻവാസ് ആണ്, ഇതിൽ ഉണ്ട്, ഇത് പശയുള്ള സൈഡാണ്, ഇത് കനം കുറഞ്ഞ ക്യാൻവാസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ എടുത്തിട്ട് നേരെ നടു മടക്കിക്കുന്നു. നടു മടക്കിയതിന് ശേഷം ഇതിലൊരു നെക്ക് പാറ്റേൺ മാർക്ക് ചെയ്യാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു യൂനെക്കാണ് നമ്മൾ ഇതിൽ ഇപ്പൊ മാർക്ക് ചെയ്യാൻ പോണത്. ഇതിൽ നമുക്ക് 3 ഇഞ്ച് 6 ഇഞ്ചിന്റെ നെക്കാണ് കിട്ടേണ്ടത്. നമ്മളിത് ഇവിടെ 3 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു. ആ സെയിം അളവ് തന്നെ ഇവിടെ താഴെ മാർക്ക് ചെയ്യാം നമ്മൾ. അതിനുശേഷം അതിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമുക്ക് 6 ഇഞ്ചാണ് ഇറക്കം കിട്ടുന്നത്. അപ്പോൾ 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അതിലത്തെ 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് പോകേണ്ടതാണ്. അപ്പൊ 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഈ 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് പോകേണ്ടതാണ്. അപ്പോൾ 6 ഇഞ്ചാണ് നമ്മൾ മാർക്കിങ്. 6 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തുനിന്ന് നമ്മൾ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് നമുക്ക് ആ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ നമുക്ക് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് ആണ് ഇത് വരയ്ക്കുന്നത്. വേറെ ടൂൾസ് ഒന്നും തന്നെ ഉപയോഗിക്കാണ്ട് വളരെ ഫ്രീ ആയിട്ട് നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് ഷേപ്പ് വരയ്ക്കുന്നു. ഇതിന് നിങ്ങൾക്ക് ടൂൾസ് എന്താ ഒക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെന്റ് ബോക്സിലത്തെ സാധനങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്രഞ്ച് കർവ് ഉപയോഗിക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഞാനിവിടെ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് ചെയ്യണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും ഈസി ആക്കി നമുക്ക് മനസ്സിലാക്കിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഷേപ്പ് പഠിക്കാൻ വേണ്ടി വരച്ചെടുത്തു. ഈ വരച്ചെടുത്തതിന് ശേഷം ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വിഡ്ത്ത് നോക്കിയിട്ട് ഇനി മാർക്ക് ചെയ്യണം. ഇത് നല്ല കറക്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഷേപ്പിനനുസരിച്ച് ഫിനിഷിങ്ങിന്റെ അനുസരിച്ച് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ നമുക്കിത് വിഡ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. ഇത് 1 ഇഞ്ച് വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുക. ഇതിന്റെ 3 ഭാഗത്ത് ആണ് നമുക്ക് മെയിൻ ആയിട്ട് മാർക്ക് ചെയ്യാനുള്ളത്. ഇതുപോലെ മാർക്ക് ചെയ്യുക 3 സൈഡിലും. ഈ 3 സൈഡിലും മാർക്ക് ചെയ്തതിനു ശേഷം അതും നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ യോജിപ്പിക്കുക. ഇത് നിങ്ങൾക്ക് ഈ കുറച്ച് ഡ്രോയിങ്ങിലൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ വളരെ ഈസിയാണിത്. അപ്പൊ ഇതുപോലെ വരച്ച് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കറക്റ്റ് നെക്ക് പാറ്റേൺ ആയി, പകുതി നെക്ക് പാറ്റേൺ ആയി നമ്മുടെ. അപ്പൊ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കലാണ്. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ വെറുതെ ഇതിങ്ങനെ പിടിച്ച് കട്ട് ചെയ്യരുത്. ഇതിങ്ങനെ പിടിച്ച് കട്ട് ചെയ്യുമ്പോൾ അത് കയ്യില് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറും. തെന്നി മാറുമ്പോൾ നമ്മുടെ ഷേപ്പ് ഒക്കെ മാറും. വിചാരിച്ചോടത്ത് കൂടി ഒന്നും നമുക്ക് പോവില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സിമ്പിൾ ആയിട്ട് ഒരു പിൻ ചെയ്യുക. സ്റ്റാപ്ലർ എടുത്ത് ഒരു പിൻ ചെയ്യുക. ഇതുപോലെ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന നമ്മുടെ ഈ ലൈനിൽ ഒറ്റ പിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല. അല്ലെങ്കിൽ ഒരു മുട്ടുസൂചി കുത്തുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ഏറ്റവും എളുപ്പമുള്ള പണിയാണ്. അതിനുശേഷം ഇതുപോലെ ഉൾഭാഗം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും നെക്ക് ലൈൻ ചെയ്യുമ്പോൾ ഈ ആവശ്യമുള്ള ക്യാൻവാസ് മാത്രമാണ് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. എല്ലാവരും ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പുറം സൈഡ് കട്ട് ചെയ്ത് കളയും, ഉൾഭാഗം മുഴുവൻ അങ്ങനെ നിർത്തിയിട്ട് ചെയ്യും. അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാത്ത തെറ്റാണ്. ഇതിപ്പോ നോക്കുക, ഇതിന്റെ 2 സൈഡും എവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറിയിട്ടൊന്നുമില്ല. ഇനി നമ്മൾ ഈ പിന്നെടുത്ത് നോക്കുക. ഇത്രയും ഈസിയാണ് ഈ പരിപാടി. ഇത് പലരും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകളാണ് എനിക്ക് പറഞ്ഞത്. അപ്പോൾ ഇത് നോക്കുക, ഇത്രയുള്ള പരിപാടി. ഇത് കട്ട് ചെയ്ത് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള തുണിയിൽ അയൺ ചെയ്ത് ഫിക്സ് ചെയ്യാനുണ്ടോ. അയൺ ചെയ്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ഒട്ടി. അപ്പൊ ഷേപ്പ് നമുക്ക് കറക്റ്റ് ആയി. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡും കൂടി കാണിക്കാം. ഇതേപോലെ തന്നെ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള മെത്തേഡാണിത്.
ഇതിൽ നമ്മൾ സെയിം അതേപോലെ തന്നെ 3 ഇഞ്ച് വീതി 6 ഇഞ്ച് ഇറക്കത്തിലും നമ്മൾ ആ 2 മാർക്കിങ്ങും അതേപോലെ തന്നെ ചെയ്യുന്നു. നമ്മൾ സെയിം നേരത്തെ ചെയ്ത അതേ മാർക്കിംഗ് തന്നെയാണ് ഇവിടെ ചെയ്യണത്. അതുപോലെ തന്നെ ലൈൻ വരയ്ക്കുക രണ്ടും. ഇനി നമ്മളിതിൽ വേറൊരു പാറ്റേൺ ആണ് ചെയ്യണത്. അപ്പൊ ആ പാറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യണത് എന്ന് നോക്കുക. അറേഞ്ച് ചെയ്തതിന് മുകളിൽ നമുക്ക് അവിടെ ഒരു മാർക്കിംഗ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി അതിനുശേഷം നമ്മളിത് ഒരു ചെറിയൊരു വീനക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ഇവിടെ ഒരു മാർക്ക് ചെയ്യുക. ഈ മാർക്ക് ചെയ്തതിനു ശേഷം ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പൊ നമ്മുടെ വി ഷേപ്പ് കിട്ടി. ഇനി നമുക്ക് ഈ ബാക്കി ഭാഗത്തിന് വേറൊരു ഷേപ്പ്, ചെറുതായിട്ടൊരു ഷേപ്പ് മാറ്റി കൊടുക്കാം. നമ്മൾ ആ സ്ട്രെയിറ്റ് ഒരു സ്ക്വയർ ലൈൻ വരയ്ക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷേപ്പുകൾ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമുക്ക് ഗ്രാഫ് പേപ്പർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഗ്രാഫിൽ പലതും നമ്മൾ വരച്ച് പഠിച്ചിട്ടുണ്ട്. അത് ആ ഗ്രാഫിൽ വരയ്ക്കുന്നത് അതിന്റെ പെർഫെക്ഷൻ കിട്ടാനാണ്. അതുപോലെ ഇതിപ്പോ 3/4 ഇഞ്ചിൽ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുക. 3/4 ഇഞ്ചിന്റെ മാർക്കിങ്. അപ്പൊ നമുക്കൊരു ഔട്ട്ലൈൻ ഉണ്ടെങ്കിൽ അതിനുള്ളിൽ നമ്മളൊരു പാറ്റേൺ വരയ്ക്കുകയാണെങ്കിൽ അത് കൂടുതൽ പെർഫെക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം ഞാൻ. പക്ഷെ നമുക്ക് അതിനേക്കാളും കൂടുതൽ നന്നാവുക വേറൊരു പോയിന്റ് കൂടി മാർക്ക് ചെയ്യാം നമുക്കിവിടെ. ഇതിന് ചെറിയൊരു ചെരുവ് വ്യത്യാസം വരും. കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെരിച്ചിട്ടുള്ള ആ ഒരു ലൈൻ ആയതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം വരും. അപ്പൊ എന്ത് ചെയ്യുക, നമ്മള് ആദ്യം ഈ ചെരിച്ച വരയോട് ചേർന്നിട്ട് തന്നെ നമ്മൾ ഒരു മാർക്കിംഗ് കൂടി ചെയ്യുക 3/4 ഇഞ്ചിന്റെ തന്നെ. ഇനി ഈ 2 ലൈനും കൂടി കൂട്ടിമുട്ടിക്കുക. അതായത് ആദ്യം വരച്ചിട്ടുള്ള കുത്തും ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഈ മാർക്കിംഗ് കുത്തും രണ്ടാമത്തെ ഈ മാർക്കിംഗും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇനി നേരത്തെ ചെയ്ത അതേ പണി തന്നെയാണ് ചെയ്യുന്നത്. ഫ്രീ ഹാൻഡ് ആയിട്ട് നമ്മൾ വരച്ചെടുക്കുന്നു. അപ്പൊ നമ്മൾ ഇവിടെ പാറ്റേൺ റെഡിയായി. ഇനി ഇവിടെ ഞാൻ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇത് എന്തിനാണ് ഈ ലൈൻ വരയ്ക്കുന്നത്? ഇത് ഞാൻ ഇപ്പൊ കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം അതിന്റെ ഗുണം എന്താണ് ഞാൻ അവിടെ വരച്ചിട്ടുള്ളത് തന്നെയാണ്. ഇനി നമ്മൾ ഇത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇത് പിൻ ചെയ്യുക, കട്ട് ചെയ്യുക. ഇത് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് കഴിയട്ടെ. ഇതിപ്പോ ഒരു ഭാഗത്തേക്ക് നമുക്ക് അനങ്ങില്ല, കാരണം ഈ ഭാഗത്ത് ഈ ജോയിന്റ് ഉള്ളത് കൊണ്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല, നമ്മൾ അവിടെ പിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട്. ഇനി ഇത് കണ്ടു, ഇത് ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിനുശേഷം ഈ ഒരു പീസ് നിൽക്കുന്നുണ്ട്, അതിന്റെ ഗുണം എന്താണെന്ന് ഞാൻ ഇപ്പൊ പറയാം. ഇത് കണ്ടോ ഒരു ഷേപ്പ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് തുണിയിൽ വെച്ച് അയൺ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മോൾ ഭാഗത്ത് നെക്ക് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ വലിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ വലിയാനുള്ള സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മോളിൽ നമ്മൾ ആ ഒരു പീസ് അങ്ങനെ നിർത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അയൺ ചെയ്ത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളുടെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഫിനിഷിംഗ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലെ കട്ട് ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് കറക്റ്റ് ആയിട്ട് അയൺ ചെയ്ത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നെക്കിന്റെ ഷേപ്പ് നിങ്ങൾ തന്നെ അതിശയപ്പെട്ടു പോകും. അത്രയും ഫിനിഷിംഗിൽ നമുക്ക് കിട്ടും.
ഇനി വരയ്ക്കാൻ പോണത് കുറച്ചും കൂടി വലിയൊരു നെക്കാണ്. ഞാനൊരു പിൻടെക് പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ നെക്കിൽ. അതുപോലത്തെ ഒരു നെക്ക് പാറ്റേൺ ആണ് ഇതിൽ ചെയ്യണത്. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യണത് എന്നും കൂടി നോക്കാം നമുക്ക്. ഈ 3 നെക്കും നിങ്ങൾ ചെയ്യണത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഒരിക്കലും നെക്ക് പാറ്റേൺ ഒരു പ്രശ്നമേ ആവില്ല. നിങ്ങൾക്ക് ഏത് പാറ്റേൺ വേണമെങ്കിലും ചെയ്യാനും നല്ല വൃത്തിയിൽ ചെയ്യാനും ഇത് 3 കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ ഇതിനായിട്ട് നമ്മൾ നോക്കുക, എന്താ ചെയ്യണത് നോക്കുക. ആദ്യമായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യണു. ഇതിന്റെ താഴത്ത് ഞാൻ മാർക്ക് ചെയ്തത് 4 ഇഞ്ചാണ്. ഇവിടെ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ സ്ക്വയർ ചെയ്യുക. 3 ഇഞ്ചിൽ വെച്ചിട്ട് ആദ്യം നമ്മൾ സ്ക്വയർ ഷേപ്പ് ചെയ്യുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ സ്ക്വയർ ഷേപ്പ് കിട്ടുന്നതിന് അനുസരിച്ചായിരിക്കും നമ്മളുടെ നെക്കിന്റെ ആ കറക്റ്റ്നെസ് ഉണ്ടാവുക. ഇനി നമ്മൾ അതിന് ശേഷം താഴത്തേക്ക് നീളം കൂട്ടുകയാണ്. 10 ഇഞ്ചിൽ നമ്മൾ ഇവിടെ ഒരു മാർക്ക് ചെയ്യുക. ഇത് 10 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു 1.5-1.25 ഇഞ്ചിന്റെ ആണ് ഒരു മാർക്കിംഗ് കൂടി ചെയ്യണം. 1.25 ഇഞ്ചിന്റെ ഒരു മാർക്കിംഗ് കൂടി ചെയ്യുക. അപ്പൊ ഇനി നമ്മൾ ഈ മുകളിൽ നിന്നുള്ള ഈ ലൈൻ താഴത്തേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ട ഒരു മാർക്കിംഗ് കൂടി ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഇത് ഈ ഡിസ്റ്റൻസ് 6 ഇഞ്ചാണ്. ആ 6 ഇഞ്ചിൽ തന്നെ അപ്പുറത്തേക്ക് മാർക്ക് ചെയ്യുക. ഇതൊക്കെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത്. അതിനുശേഷം ഇവിടെ ഞാൻ 1 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യാണ്. ഈ 1 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്തതിനു ശേഷം ഇനി നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഫ്രീ ഹാൻഡ് മാർക്കിംഗ് ആണ്. ഇതേപോലെ ഇവിടുന്ന് തുടങ്ങി നമ്മളിപ്പോ അവിടെ ഒരു താഴത്തെ 10 ഇഞ്ചിന്റെ മാർക്കിംഗ് ഉണ്ട്. അതൊന്നും ഒക്കെ റെഫറൻസ് മാർക്കിംഗ് ആണ്. അതൊക്കെ നമ്മളുടെ പാറ്റേണിന്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റാം. അത് നമുക്ക് ആ ഒരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്കിങ്ങുകളൊക്കെ നമ്മൾ ചെയ്യണത്. ഇതിപ്പോ ഉണ്ട്, ഞാൻ ആ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളടത്തുനിന്ന് താഴത്തേക്കാണ് മാർക്ക് ചെയ്തത് വരച്ചു വന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഷേപ്പ് എനിക്ക് കറക്റ്റ് ആവില്ല. അപ്പോൾ അതാണ് പറയുന്നത്, അത് നമുക്ക് മാർക്കിങ് ഒരു റെഫറൻസ് ആണ്, ബാക്കി ഷേപ്പ് നമ്മളാണ് ചെയ്യണത്. അപ്പോൾ ഇതിന് ശേഷം നമ്മളിത് 3/4 ഇഞ്ച് വീതിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ 3/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാം. അങ്ങനെ എല്ലാ ഭാഗത്തും 3/4 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതുപോലെ തന്നെ ഇതിനെ വ്യത്യാസപ്പെടുത്തിയെടുക്കുക. അതായത് വീതി പുറത്തു കൂടെ ഇതേപോലെ തന്നെ ഫ്രീ ഹാൻഡ് വരച്ചെടുക്കുക. അപ്പൊ ഇതിൽ നമുക്ക് ചില ഭാഗത്ത് നമ്മൾ ഈ മാർക്ക് ചെയ്താലും ചില ഭാഗത്ത് നമുക്ക് ആ ഷേപ്പിനനുസരിച്ച് അത് ഒന്ന് വ്യത്യാസപ്പെടുത്തി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്കത് ഷേപ്പ് കറക്റ്റ് ആവില്ല. ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഭാഗം മനസ്സിലാവും. ഞാൻ ഈ വരച്ച് മുട്ടിക്കുന്ന ഭാഗം നോക്കുക നിങ്ങള്. ഇവിടെ നമ്മൾ മാർക്കിങ് 3/4 ഇഞ്ചിന്റെ അവിടെ വരച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ നമ്മളത് എടുക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തിന്റെ ആ ഷേപ്പ് അനുസരിച്ചിട്ട് നമുക്ക് ഒന്ന് പുറത്തേക്ക് കയറ്റിയിട്ടാണ് വരയ്ക്കുന്നത്. കാരണം അത് നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു ഷേപ്പ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ കണക്ക് പ്രകാരം ഇത് ഉള്ളിലേക്ക് കയറിയിട്ടാണ് പോകേണ്ടത് 3/4 ഇഞ്ച് വരയ്ക്കുമ്പോൾ. പക്ഷെ നമുക്ക് ആ കാഴ്ചക്ക് ഉള്ള ആ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്.
ഇത് വലിയ നെക്കാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പൊ ഇതിന്റെ സൈസ് 4 4 8 ഇഞ്ചോളം വീതിയാണ് താഴ്ഭാഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിന് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എങ്ങനെയാണെന്ന് നോക്കുക. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇതിന്റെ മുകളിൽ നമ്മൾ ഒരു മാർക്ക് ചെയ്തു. അതുപോലെ ഇത് കണ്ടു, ഇവിടെ നടുക്കൽ ഒരു മാർക്കിംഗ് കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പഠിച്ചു വരുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഇത് ചെയ്യാൻ അറിയുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഇത് പഠിച്ചു വരുന്ന ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നോക്കുക, ഇതിൽ നമ്മളൊരു 3 സ്ഥലത്ത് ഈ പിൻ ചെയ്യുക. 3 അല്ലെങ്കിൽ 2 സ്ഥലത്ത് എന്തായാലും നമ്മൾ പിൻ ചെയ്യുക. ഇതിന്റെ ഇപ്പൊ 2 സ്ഥലത്താണ് നമ്മൾ പിൻ ചെയ്തിട്ടുള്ളത്. 2 സ്ഥലത്ത് ഈ തലക്കിലും ആ മിഡിലും ആയിട്ടാണ് പിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ കട്ട് ചെയ്യണത് നോക്കുക. ആദ്യം നമ്മൾ പുറം ഭാഗം കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക. നെക്ക് ചെയ്യാൻ ഇങ്ങനെയാണ് നെക്ക് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ആവശ്യമുള്ള ഭാഗം, അതല്ലാതെ അതിന്റെ ഉൾഭാഗം ഫുള്ളായിട്ട് നിങ്ങൾ വെച്ച് പുറം ഭാഗം ഷേപ്പ് ചെയ്ത് ഉൾഭാഗം വെച്ച് കട്ട് ചെയ്തെടുക്കരുത്. എന്നിട്ട് തയ്ച്ചതിന് ശേഷം കട്ട് ചെയ്ത് കളയരുത്. നിങ്ങളുടെ കഴുത്തിന് പെർഫെക്ഷൻ കുറയും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കനം കൂടിയും വരുമ്പോൾ നമുക്ക് ആ തയ്ച്ച ഭാഗം കറക്റ്റ് ആയിട്ട് മടങ്ങാൻ ബുദ്ധിമുട്ടാവും. ഇത് ഞാൻ കട്ട് ചെയ്യുന്നത് കണ്ടു, ഇത് ശ്രദ്ധിക്കുക. ഇതിപ്പോ കണ്ട് നമ്മൾ 2 ബ്രിഡ്ജാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആ 2 ബ്രിഡ്ജ് കൊടുത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കാരണവശാലും ഇതിന്റെ നടുഭാഗം വീതി കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ അയൺ ചെയ്ത് പിടിപ്പിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വികസിക്കരുത്. അപ്പൊ നമ്മുടെ ആ ഷേപ്പ് പോരുത്. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ തയ്ച്ചു വരുമ്പോൾ ഒരു സൈഡ് കൂടുതൽ പുറത്തേക്കും ഒരു സൈഡ് അകത്തേക്കും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് നോക്കുക, ഇത് കണ്ടു, ഇതാണ് ഞാൻ ഒരു പിൻ ടക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ആ പാറ്റേൺ ആണിത്. അപ്പോ ഇതുപോലെ നിങ്ങൾ പാറ്റേൺ ചെയ്തെടുക്കുക. പാറ്റേൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നല്ല നല്ല നെക്കുകൾ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത് ശ്രമിക്കുക. നിങ്ങൾ ഇത് മാത്രമേ ശ്രമിക്കണ്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നിങ്ങൾ പഠിച്ച് ശീലിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ എക്സ്പീരിയൻസ് പോലെയാണ് പിന്നെയുള്ള കാര്യം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ തുടക്കക്കാർക്ക് ഒരു എക്സ്പീരിയൻസ് ആവുന്നത് വരെ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ജോലി നല്ല പെർഫെക്ഷൻ ആയിരിക്കും. നിങ്ങൾ ചെയ്യുന്ന നെക്കുകൾക്ക് കംപ്ലൈന്റുകൾ ഉണ്ടാവില്ല. അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ നെക്കുകൾ ചെയ്യുക. ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെക്കാം. നമുക്ക് കറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കാരണവശാലും ഒന്നും അനങ്ങില്ല. അപ്പൊ ഈ മൂലയൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടാവുന്ന രീതിയിൽ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ മൂലയ്ക്കിലും ഒരു ബ്രിഡ്ജ് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആവശ്യമില്ല. ഇനി നിങ്ങൾ തയ്ക്കുന്ന സമയത്ത് ഇത് കറക്റ്റ് ആയിട്ട് ഈ അഡ്ജ് കൂടെ തന്നെ തയ്ച്ചു പോവുക. ഇതിന്റെ ആവശ്യമില്ല, ഈ ബ്രിഡ്ജുകളുടെ ആവശ്യം നമുക്ക് തയ്യലിന്റെ സമയത്ത് ആവശ്യമില്ല. ഇത് നമുക്ക് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു ബ്രിഡ്ജിന്റെ ജോലി. അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇതുപോലെ തയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.